നല്ല കടുപ്പത്തിലുള്ളൊരു ചായ ഇട്ടിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിയിട്ട് ചായ ഇട്ട് ഞാനും കുടിച്ചു, ആൾക്കും കൊടുത്തു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. സത്യം പറയട്ടെ, ഞാൻ ദോശയൊക്കെ ഇത്രയും നല്ല പെർഫെക്റ്റായിട്ടൊക്കെ അരയ്ക്കാനൊക്കെ പഠിച്ചത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അതിന് മുമ്പൊന്നും ഞാൻ ഈ അടുക്കള കയറുന്ന പണിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദോശയ്ക്കായിട്ട് നമ്മൾ തക്കാളി ചമ്മന്തിയാണ്, തക്കാളി ചട്നി എന്നൊക്കെ പറയാതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തൃശ്ശൂർ ചെന്ന് പഠിച്ച ഒരു പാചക റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ വട്ടം തക്കാളി വാങ്ങിക്കൊണ്ടൊന്നും അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. വേറെ ഒന്നിനുമല്ല, എൻ്റെ മുഖത്ത് ഈ അലർജി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കുറേയൊക്കെ ട്രൈ ചെയ്ത് കുറേയൊക്കെ നല്ല മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീടാകുമ്പോൾ കുറച്ച് കുറവ് കാണുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മടിയാവും കേട്ടോ. ദോശ ചുട്ട് മാവൊക്കെ പെർഫെക്റ്റായിട്ട് അരച്ചിങ്ങനെ ചുട്ട് വന്നപ്പോൾ ഈ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ പിന്നെ തക്കാളി ചട്നിക്കായിട്ടുള്ള തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുക. അപ്പം തക്കാളി ഒരു 3 തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് എന്താ പറയുക, കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ടത് രണ്ടും കൂടി പിന്നെ കുറച്ച് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിട്ട് വഴറ്റണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ദോശയും കൂടി ചുടുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിലായിട്ട് തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കാം. കുട്ടികളാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അവരാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോക്കൊന്നും നടന്നൊന്നും വരില്ല. കാരണം നമ്മൾ സർക്കാർ ഹോസ്പിറ്റലാകുമ്പോൾ അറിയാമല്ലോ, നല്ല നേരത്തെ പോയില്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം തക്കാളിയൊക്കെ വഴറ്റിയത് ഒരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ആവശ്യത്തിനുള്ള ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് വെള്ളം ചേർക്കാതാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എനിക്ക് രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേനും ഭയങ്കര തുമ്മലും എന്ത് പറഞ്ഞാൽ മൂക്കൊലിപ്പൊക്കെ ഭയങ്കര പതിവാണ് കേട്ടോ. അലർജിയുടെ മരുന്ന് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിക്കാതെ എനിക്ക് തീരെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. 2, 3, 4 ഒക്കെ കഴിച്ചിട്ട് കുറയാത്ത അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട് കേട്ടോ. അവസാനം ചില നേരത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ഈ ജലദോഷം പോലെ വന്നിട്ട് ആ ഒരു ദിവസം ഫുള്ളും ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര തലവേദനയൊക്കെ വരാറുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ പിന്നെ നമുക്ക് തക്കാളി ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള കടുവൊക്കെ വറുത്തെടുക്കാം കേട്ടോ. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറുത്തതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയായിട്ട് വേണ്ടവർക്ക് വെള്ളം ചേർക്കാതെ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞങ്ങൾക്ക് ലൂസായിട്ട് ഇങ്ങനെ ചാറ് കറിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ എപ്പോഴും എടുക്കാറ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനും കൂടിയാണ് കേട്ടോ ഈ ദോശക്കറി തക്കാളി ചട്നി. ഈ കറിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ തേങ്ങ ചട്നിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം കറിയൊക്കെ ഏകദേശം ആയി, ഇതാണ്ട് ദോശ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ ആയി ദോശയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയായിട്ട് ചേർക്കാനായിട്ട് മറന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, ഒരു തണ്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ കറിയിലൊക്കെ ശരിക്കും കറിവേപ്പില ചേർക്കും കേട്ടോ. കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പോൾ കറിയും ദോശയൊക്കെ റെഡിയാണ്, നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കിപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ. അപ്പം ആളാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിച്ച് കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നേരം കൂടി ഇരിക്കാൻ വേണ്ടി എൻ്റെ പാത്രത്തിൽ ദോശയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളെ പിടിച്ചവിടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കങ്ങനെ എപ്പോഴും അങ്ങനെ ഒന്നിച്ചിരുന്നൊന്നും ഫുഡ് കഴിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല, സാഹചര്യം കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉണ്ണിപ്പെണ്ണം നിന്ന് കഴിഞ്ഞാൽ ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അവരെപ്പോഴും ലാസ്റ്റായിരിക്കും കേട്ടോ കഴിക്കുന്നത്. ചില സമയം എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 2 പേരും ഉണർന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആദ്യമേ കഴിച്ചു. പിന്നെ കുറച്ചും കൂടി ധൃതി പെടുകയാണെങ്കിൽ പിന്നെ എനിക്ക് കഴിക്കാനൊന്നുള്ള ഒരു മൂഡ് വരത്തില്ല. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് പോകാനൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാതായിരിക്കും കേട്ടോ മിക്കവാറും പോവുക. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് കഴിച്ചങ്ങ് എണീക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അറിയാലോ, കുറേ നേരം ക്യൂ നിന്നിട്ടൊക്കെയാണ് കേട്ടോ ഡോക്ടറിനെ കാണാൻ പറ്റിയത്. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് നല്ല ആകെ ക്ഷീണിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. വരുമ്പോൾ നമ്മളൊരു ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ തന്നെ കുടിച്ച് തീർന്നു കേട്ടോ. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് 2 എന്താ പറഞ്ഞാൽ കമ്പ് മുട്ടായി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർ ഹാപ്പി ആയിട്ടാണ്. പിന്നെ എൻ്റെ ഉണ്ണിപ്പൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എൻ്റെ കുഞ്ഞമ്മ അവൻ്റെ കമ്പ് മുട്ടായും കൊണ്ട് കാണിച്ചു തരുകയാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ കൈതച്ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈതച്ചക്കയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ വീട്ടിൽ കൈതച്ചക്ക വാങ്ങുന്നത്. ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നല്ല മധുരമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞതിൻ്റെ ഒരു പിന്നെ വാങ്ങി കേട്ടോ.
പിന്നെ രാത്രിത്തെ ഫുഡിന് നമ്മൾ കണവയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കണവ വാങ്ങുന്നത്. ചില നാട്ടിൽ എന്നെ കൂന്തൽ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതാണ് കേട്ടോ എനിക്കിന്ന് കിട്ടിയ മെഡിസിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കും.